വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വചനമാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വചനമാണ് നമ്മൾ ധ്യാനിക്കാനായിട്ട് പോകുന്നത്. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. കർത്താവായ യേശുക്രിസ്തു പത്മോസ് ദ്വീപിൽ വെച്ച് യോഹന്നാന് പ്രത്യക്ഷനാകുന്ന സമയത്ത് യോഹന്നാനോട് യേശു പറയുന്ന ഒരു ഭാഗമാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശം ഉണ്ട്. ലോകം മുഴുവൻ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ആഘോഷിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്കാണ് അത് ആഘോഷിക്കാൻ ഏറ്റവും അധികം വകയുള്ളത്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട് ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തകർക്കണമെങ്കിൽ ആ പ്രസ്ഥാനത്തിലെ ലീഡറെ തകർത്താൽ മതി. ഒരു വീട് തകർക്കണമെങ്കിൽ ആ വീട്ടിലെ ഗ്രഹനാഥനെ തകർത്താൽ മതി. ഒരു കമ്പനി, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം കോട്ടയത്തെ പറയാം, പേരൊന്നും ഞാൻ പറയത്തില്ല. ഒരു ഫ്രൂട്ട്സ് കടയുണ്ടായിരുന്നു. ഞാനൊക്കെ അവിടുന്ന് കണ്ടമാനം ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ടുണ്ട്. സ്തോത്രം. പേരൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങളുടെയൊക്കെ വായിലിപ്പോൾ ആ പേര് വന്നിട്ടുണ്ട്. എങ്ങോട്ട് പോയാലും ആ ഫ്രൂട്ട്സ് കടയുടെ പേരാ. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ കടയെല്ലാം പൂട്ടിയിട്ട് ഇപ്പോൾ വേറെ കടയായി അവിടെ. ഞാനൊരു ദിവസം അവിടെ കൊണ്ട് നിർത്തിയപ്പോൾ പറഞ്ഞു, ആ ഫ്രൂട്ട്സ് കടക്കാരൻ മരിച്ചുപോയി, അതുകൊണ്ട് ആ കടകളെല്ലാം വേറെ പേരിലൊക്കെ ആയിപ്പോയി. അപ്പോൾ ഒരു പ്രസ്ഥാനം തകർക്കണമെങ്കിൽ ഒരാളെ തകർത്താൽ മതി. മുഴുവൻ പൈശാചിക ശക്തികളും മതശക്തികളും ജാതീയ ശക്തികളും ഒന്നിച്ച് തീരുമാനിച്ചു, ഞങ്ങൾ ഇന്നു വരെ പറഞ്ഞു കേട്ടുകഴിവില്ലാത്തൊരു നാമം ഉച്ചരിത്തൻ ഒരുത്തൻ രംഗത്ത് വന്നു, അവനെ തീർത്താൽ ഈ പ്രസ്ഥാനം തീരും, ഈ നാമം തീരും, ഈ ജനത്തിൻ്റെ ആവേശം തീരും, ആമീൻ, സകലതും കീഴടക്കാമെന്ന് അവർ വിചാരിച്ച് യേശുക്രിസ്തുവിനെ ആകാശത്തിനും ഭൂമിക്കും നടുവിൽ രണ്ടു കള്ളന്മാരുടെ നടുവിൽ ക്രൂശിച്ചു കൊന്നു. യേശു മരിച്ചപ്പോൾ എല്ലാവരും ഒന്നിച്ച് കൈയടിച്ചു. ഈ അധ്യായം അവസാനിച്ചു. എന്നാൽ യേശുവിൻ്റെ വചനം കേട്ടവർ പറഞ്ഞു, അത് അവസാനിക്കുവല്ല, അവൻ പറഞ്ഞിട്ടുണ്ട്, ഈ മന്ദിരം പൊളിക്ക് 3-ാം നാളത് പണിയപ്പെട്ടിരിക്കും. ഞാൻ ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് ഒരു ആത്മീക ദൂത് പറയാം. ഹല്ലേലൂയ. വചനത്തിൽ വിശ്വസിക്കുന്നതിനെ എന്നും സ്തുതിക്കാൻ വകയുള്ള, ഏത് പ്രശ്നം വന്നാലും നിനക്ക് സ്തുതിക്കാൻ വക വചനത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ടാണ്. യേശുവിനെ നിങ്ങൾക്കറിയാം, അരിമത്യക്കാരനായ യോസഫ് എന്ന് പറയുന്ന ഒരാൾ യേശുവിൻ്റെ ശവശരീരം തൻ്റെ കല്ലറയിൽ കൊണ്ടുവച്ചു. ആ ചരിത്രം നിങ്ങൾക്കറിയാവുന്നതുകൊണ്ട് ഞാൻ ഒത്തിരി വിവരിക്കുന്നില്ല. യേശുവിനെ അടക്കി കഴിഞ്ഞപ്പോൾ ഒരു വലിയ പ്രോബ്ലം ഉണ്ടായി. പീലാത്തോസിനോട് ചെന്ന് പറഞ്ഞു, യേശു ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. ശിഷ്യന്മാർ വല്ലോ ഇവനെ ചെന്ന് മോട്ടിച്ചുകൊണ്ട് പോയിട്ട് ഉയർത്തെന്ന് പറഞ്ഞാൽ നമുക്ക് നാണം കേടാണ്. അതുകൊണ്ട് 3 ദിവസത്തേക്ക് ഭയങ്കര കാവൽ ഏർപ്പെടുത്താൻ പറഞ്ഞു. കാവൽ, നിങ്ങളെന്നെ ശ്രദ്ധിച്ചു കേൾക്കണം. ഭയങ്കര കാവൽ ഏർപ്പെടുത്തി. നിങ്ങൾക്കറിയാം, ഒരു വലിയ കല്ലുരുട്ടി യേശുവിൻ്റെ കല്ലറയുടെ മുമ്പിൽ വെച്ചു. ചങ്ങലയിട്ട് റോമൻ ഇമ്പീരിയൻ മുദ്ര കൊണ്ട് ഈ കല്ലിന് മുദ്ര വെച്ചു. കാരണം ഒരാളുടെ അവസാനം കഴിഞ്ഞു, ഇനിയും ഈ നാമം ഇല്ല എന്ന് എല്ലാവരും ഒന്നിച്ച് വിശ്വസിച്ചു. പക്ഷേ ബൈബിൾ വിശ്വസിച്ചവരും യേശുവിനെ വിശ്വസിച്ചവരും എന്തോ ഒന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ ഇന്ന് രാവിലെ തിരുവല്ലായിൽ മഗ്ദലക്കാരത്തി മറിയെക്കുറിച്ചായിരുന്നു എൻ്റെ പ്രസംഗം. ഈ മഗ്ദലക്കാരത്തി മറിയെക്കുറിച്ച് ഇന്നലെ ഇവിടെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഉള്ളിൽ തിരുവല്ലായിൽ അത് പ്രസംഗിക്കണമെന്ന്
ഒരു ആത്മീക ദൂത് കർത്താവ് തന്നത്. ഈ മഗ്ദലക്കാരത്തി മറിയെ ബൈബിളില് ഒത്തിരി കാര്യങ്ങളൊന്നും ദൈവത്തിന് വേണ്ടി ചെയ്തതായിട്ട് കാണുന്നില്ല. അതിനെക്കാട്ടി കൂടുതൽ ഭാഗത്ത് ശിഷ്യന്മാരും വേറെ പലരുടെയും പേര് വന്നിട്ടുണ്ട്. പക്ഷെ മഗ്ദലക്കാരത്തി മറിയെക്കുറിച്ച് എഴുതിയിരിക്കുന്ന അവൾ 7 ഭൂതങ്ങൾ ബാധിക്കപ്പെട്ടവളും അവിടെ ഭൂതങ്ങൾ വിട്ടുപോകുകയും ചെയ്യുവാൻ കാരണം യേശുവാണ്. പിന്നെ അവിടെ സാന്നിധ്യം അധികം കാണുന്നില്ല. ശുശ്രൂഷയിൽ അവിടെ ഇവിടെയൊക്കെ അവിടെ സാന്നിധ്യം കാണാം. അവിടെ ഒരു പ്രത്യേകത കൂടെ ഞാൻ നിങ്ങളോട് പറയാം. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം ഒന്ന് എടുക്കാവോ? 1-2 വാക്യങ്ങളുടെ മഗ്ദലക്കാരത്തി മറിയയുടെ ഒരു പ്രത്യേകതയുടെ ഒന്ന് പറഞ്ഞേച്ച് സ്തോത്രം പെട്ടെന്ന് മുമ്പോട്ട് പോകാം. അനന്തരം അവൻ ദൈവരാജ്യം പ്രസംഗിച്ചു, സുവിശേഷിച്ചും കൊണ്ട് പട്ടണം തോറും സഞ്ചരിച്ചു. അവനോടുകൂടെ 12 അവൻ ദുരാത്മാക്കളെയും വ്യാധികളെയും നീക്കി സൗഖ്യം വരുത്തിയ ചില സ്ത്രീകളും 7 ഭൂതങ്ങൾ വിട്ടുപോയ മഗ്ദലക്കാരത്തി മറിയയും ഹെരോദാവിന്റെ കാര്യവിചാരകനായ കൂസയുടെ ഭാര്യ യോഹനെയും ശൂശനെയും തങ്ങളുടെ വസ്തുവക കൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്തു പോന്ന മറ്റു പല സ്ത്രീകളും ഉണ്ടായിരുന്നു. ഈ മഗ്ദലക്കാരത്തി മറിയ അടക്കം അവർക്ക് ലഭിച്ച സമ്പത്തുകൾ കൊണ്ടും വസ്തുവകകൾ കൊണ്ടും ദൈവത്തെ ശുശ്രൂഷിച്ചു പോകുന്നു. ഈ മഗ്ദലക്കാരത്തിയുടെ മറിയയുടെ പേര് ഒത്തിരി പ്രസിദ്ധമല്ലെങ്കിലും ശ്രദ്ധിക്കണം, ദൈവത്തിൻ്റെ ഹൃദയത്തിൽ അവൾ പതിഞ്ഞിരുന്നു. ഒരാമയും പറയണം. ഹല്ലേലൂയ. ഒരു ചോദ്യം, ഞാൻ തിരുവല്ലയിൽ ഒരു ഉദാഹരണം, എൻ്റെ അനുഭവത്തിലുള്ള ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ അത് ഇവിടെ കൂടെ ഒന്ന് പറയുക. ഒരപ്പന് 3 മക്കളുണ്ട്. അതിൽ ഇളയ മോൻ എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ, എൻ്റെ അപ്പന് എന്നെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. എന്നെ എപ്പോൾ കണ്ടാലും വഴക്ക് പറയും. ചേട്ടന്മാരെയൊക്കെ എന്നാ കാര്യമാണ് വിളിച്ച് 2 തോളെ കൂടെ കൈയിട്ട് എൻ്റെ മുത്താടാ ചക്കരയാടാന്നൊക്കെ പക്ഷേ എന്നെ കണ്ട വഴക്ക് പറയും. അവൻ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, തെറ്റാണ്, എൻ്റെ അപ്പൻ അങ്ങ് മരിച്ചു പോയാൽ മതിയെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞൊക്കെ അവൻ രക്ഷിക്കപ്പെട്ടെ. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ അപ്പം മരിച്ചു, പ്രായധിക്യത്തിൽ തന്നെ മരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ഫാമിലി വക്കീൽ വന്നിട്ട് ചേട്ടന്മാരോട് പറഞ്ഞു, അപ്പം നിങ്ങളെ സന്തോഷിപ്പിച്ചെന്നേ ഉള്ളൂ, മുഴുവൻ സ്വത്തും ഈ ഇളയവനെ എഴുതി വെച്ചേക്കുന്നത്. അവൻ എന്നോട് പറയുക, എൻ്റെ അപ്പൻ എന്നെ സ്നേഹിക്കുന്നെന്ന് ഒരിക്കൽ പോലും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ എൻ്റെ അപ്പന് എൻ്റെ വലത്തും ഇടത്തും വരുന്ന മൂത്ത ചേട്ടന്മാരെക്കാൾ ഞാൻ പ്രിയനായിരുന്നു. ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കാം. വലിയ കയ്യടിയും ബഹളവും ഒന്നും ഇല്ലെങ്കിലും നിന്റെ ഉള്ളിൽ മറ്റാരുടെ ഉള്ളിലും ഇല്ലാത്ത ഒരാഴമേറിയ ലവ് എൻ്റെ ദൈവത്തോടുണ്ടോ എന്ന് സ്വയം ഒന്ന് ശോധന ചെയ്യുന്നത് നല്ലതാണ്. എന്നെ ചിന്തിപ്പിച്ച ഈ കസറയിൽ ചിന്തിപ്പിച്ചൊരു ചിന്ത, യേശുക്രിസ്തു ഉയർത്തെഴുന്നതിന് ശേഷം ആദ്യം പ്രത്യക്ഷമായത് മഗ്ദലക്കാരത്തി മറിയ. എന്താ മാറോടി ചാടിയ യോഹന്നാന് പ്രത്യക്ഷനാകാഞ്ഞേ? എന്നാ പത്രോസിന് പ്രത്യക്ഷനാകാഞ്ഞേ? പറയാം. ഹല്ലേലൂയ. അവർക്കാർക്കുമില്ലാത്ത ഒരു ഹൃദയ സ്നേഹം യേശുവിനോട് ഇവൾക്കുണ്ടായിരുന്നു. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ബൈബിൾ മുഴുവൻ നിങ്ങൾ നോക്കണം. ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന സകല അനുഗ്രഹത്തിൻ്റെയും പിറകിൽ ലവ്വ, സ്നേഹമാണ്. ഒരാമയും പറഞ്ഞാട്ട്. കൈയടിച്ചാൽ അനുഗ്രഹം കിട്ടുമെന്ന് ബൈബിളിലില്ല. പക്ഷെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ഞാനൊരു ദൂത് നിന്നോട് പറയാം, അളവില്ലാത്തൊരു സ്നേഹം. നീ ഇന്ന് ആരാധനയ്ക്ക് വന്നത് പേടിച്ചിട്ടല്ല, സ്നേഹിച്ചിട്ട് വരണം. ഞാൻ രാവിലെ ശുശ്രൂഷിച്ചൊരു ഭാഗത്ത് പറഞ്ഞു, മഗ്ദലക്കാരത്തി മറിയ യേശുക്രിസ്തുവിനെ കല്ലറയിൽ അടക്കിയിരിക്കുക. അതിന്റെ മുകളിൽ ഒരു കല്ലെടുത്ത് വെച്ചിരിക്കുക, മുദ്ര ചെയ്തിരിക്കുക. ശ്രദ്ധിക്കണം, റോമൻ പട്ടാളത്തിന്റെ പരിധിയിലാണ് ആ കല്ലറ. പീലാത്തോസിന്റെ പ്രത്യേക സൈന്യം അവിടെയുണ്ട്.
ശ്രദ്ധിക്കണം, ഒരു മനുഷ്യ കുഞ്ഞുങ്ങൾക്ക് അവിടെ ചെല്ലാൻ പറ്റത്തില്ല. പക്ഷേ മഗ്ദലക്കാരത്തി മറിയയുടെ ആഗ്രഹം യേശുവിനെ കാണണം. ഞാനൊരു ദൂത് നിന്നോട് പറയാം, 1000 തടസ്സം മുമ്പിൽ ഉണ്ടെങ്കിലും അതിനെ ജയിക്കുന്നതാണ് ആഗ്രഹം. ഒരാമയും വരുന്നില്ല. 100 ബലഹീനത ഉണ്ടായിട്ടും നീ ഇന്ന് ഞായറാഴ്ച ഉയർപ്പിന്റെ ദിവസം ഓടി ആരാധനയ്ക്ക് വരാൻ കാരണം ആഗ്രഹമാണ്.